ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഓണറേറിയം ആദ്യമായി വർദ്ധിപ്പിച്ചത് ആശാ വർക്കർമാർക്ക് കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്, UDFന്റെ ഗവൺമെന്റാണ്. ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോഴാണ് 400 രൂപയായിരുന്നത് അന്ന് 1000 രൂപയായി നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുത്തു. അന്ന് പക്ഷേ എന്താണ്, വളരെ ചുരുക്കം മണിക്കൂറുകൾ, 2 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇപ്പോ 14 മണിക്കൂറും 15 മണിക്കൂറും ജോലി ചെയ്തിട്ട് രാത്രി വീട്ടിൽ പോയിരുന്നുകൊണ്ട് വീണ്ടും ഫോൺ കുത്തുകയാണ് അല്ലേ? അപ്പൊ കുടുംബകാര്യങ്ങൾ പോലും നോക്കാൻ കഴിയാതെ ഇവിടെ 24 മണിക്കൂറെന്ന് തന്നെ പറയാം ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർ ഈ 7000 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് ഇതിനകത്തിരിക്കുന്ന ദന്തഗോപുരവാസികളായ പിണറായി വിജയനും കൂട്ടരും ആലോചിക്കണ്ടേ? എന്ത് തൊഴിലാളി വർഗ പാർട്ടിയാ, എന്ത് തൊഴിലാളി വർഗ പാർട്ടിയാണിത്? 7000 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കും? ഇന്നത്തെ ഇവരുടെ ഭരണത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് വിലക്കയറ്റവും അതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ വെല്ലുവിളികൾ നേരിടുമ്പോൾ എങ്ങനെ ജീവിക്കുമെന്ന് അവർ ആലോചിക്കണം. ആവശ്യപ്പെടാത്തവർക്ക് ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കുകയാണ് അല്ലേ? 2,26,000 രൂപ PSC ചെയർമാന്റെ ശമ്പളം 3.25 ലക്ഷം രൂപയായി കൊടുത്തു. മെമ്പർമാർക്ക് 3.5 ലക്ഷം രൂപയായി കൊടുത്തു. 2,16,000 ആയിരുന്നത് നമ്മുടെ പഴയ തോമസ് മാർക്ക് ഇരട്ടി കൊടുത്തു. TA എത്രയാണ്? 5 ലക്ഷമായിരുന്നത് 11,30,000 കൊടുത്തു. കേസ് നടത്താൻ അറിഞ്ഞുകൂടാത്ത വക്കീലന്മാരുണ്ട്, പാർട്ടി നിയമനമാണ്, എല്ലാവർക്കും കൊടുത്തു. പിൻകാല പ്രാബല്യത്തോടു കൂടി 8.5 കോടി രൂപ മുൻകാല പ്രാബല്യത്തോടു കൂടി കൊടുത്തു. അപ്പോൾ ഇതൊരു ഗവൺമെന്റ്, ഒരു ജനങ്ങളോട് താല്പര്യമുള്ള, തൊഴിലാളികളോട് താല്പര്യമുള്ള ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവരല്ലേ നിങ്ങൾ? നിങ്ങൾ സമരം ചെയ്യുന്നില്ലേ? ഇപ്പോഴും CITUവിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ എത്രയാ ശമ്പളം ചോദിക്കുന്നത്? 28,000 രൂപ. NDCയുടെ യോഗമായിട്ട് ഞാൻ പറയുന്നു, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്, ഇവരല്ല, കേന്ദ്ര ഗവൺമെന്റ് അല്ല. കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് ആണ് കൂട്ടേണ്ടത്. അതുകൊണ്ടാണല്ലോ തമിഴ്നാട് വർദ്ധിപ്പിച്ചത്, പിന്നെ കർണാടക വർദ്ധിപ്പിച്ചത്, ആന്ധ്ര വർദ്ധിപ്പിച്ചത്. പുതുച്ചേരി എത്ര കൊടുത്തു? 18,000 രൂപ അല്ലേ? 18,000 രൂപ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ദൂർത്തടിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനും കാശുണ്ട്. പാവപ്പെട്ടവന് ജീവിക്കാൻ കഴിയാത്ത 26,125 ആശമാർ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, 10,000-കണക്കിന് ആളുകളുടെ ജീവിതം വെച്ചാണ് ഇവർ പന്താടുന്നത്. ഒരു കാലഘട്ടത്തിൽ നമുക്കത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിൽ ഇന്നിപ്പോ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ടായത് രാജ്മോഹൻ പോയാ സാധിക്കുക. രാജ്മോഹന്റെ നേതൃത്വത്തിൽ INDC-യിലുണ്ടല്ലേ 1000 രൂപ വർദ്ധിപ്പിച്ചു ഇന്നലെ അവർ വെള്ളറട പഞ്ചായത്തിൽ ആശാ വർക്കർമാർക്ക്. കേരളത്തിൽ 350ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ്. അവിടെ എല്ലാവരെയും വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂർ വർദ്ധിപ്പിച്ചു, ഓരോ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സമരത്തിന്റെ ആദ്യഘട്ട വിജയമായി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിജയമാണ്. ഇവിടെ കണ്ടീഷൻസ് കുറെ എടുത്തു കളഞ്ഞു എന്ന് ആദ്യം സമരം നടത്തി 10-12 ദിവസമായപ്പോൾ പറഞ്ഞു, അതൊക്കെ കള്ളമാണ്. ഈ കണ്ടീഷൻ ഓണറേറിയം നൽകുന്നതിലേക്ക് വേണ്ടി കുറെ അധികം ഉപാധികൾ വെച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഞാൻ ദീർഘമായി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ലോകം ശ്രദ്ധിച്ചൊരു സമരമായി നിങ്ങളുടെ സമരം മാറി എന്നുള്ളത് നിങ്ങൾക്ക് അഭിമാനിക്കാം. തൊഴിലാളി വർഗ സമരത്തിന്റെ ആ ഒരു ചരിത്രം പരിശോധിച്ചാൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ 48 ദിവസമായി നിങ്ങൾ നടത്തുന്ന സമരം, അത് കേരളത്തിലെ പാവപ്പെട്ടവന്റെ വികാരങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് പാവപ്പെട്ടവന് വേണ്ടി നടത്തുന്ന സമരം. ആ സമരം തീർച്ചയായും അന്തിമ വിജയം ആശാവർക്കർമാർക്കായിരിക്കും, നിങ്ങൾക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ പരാജയപ്പെടുന്നത് പിണറായി വിജയനും വീണ ജോർജുമായിരിക്കും.